ആൾക്ക് സാധിക്കണമെന്നില്ല. കാരണം എന്താണ്? എല്ലാവരും നീറുന്ന അനുഭവങ്ങളിൽ നിന്ന് വളർന്നു വന്നവരാണ്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെക്കും, ഒരു കണ്ണാടി വെക്കും. എന്തിനാണ് കണ്ണാടി? നമ്മുടെ മുഖം കാണാനല്ലല്ലോ, ബാക്ക് കാണാനാണ്. എന്തിനാണ് ഈ ബാക്ക് വശം കാണുന്നത്? മുന്നോട്ട് പോണ ആള് ബാക്ക് വശം കാണുമ്പോൾ ഇയാൾക്ക് മുന്നോട്ട് നന്നായി പോകാൻ കഴിയുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് ഞാനും നിങ്ങളും ഈ വളർന്നു വന്നിട്ടുള്ളത്. ആ അനുഭവങ്ങളുടെ കഥ ഓർക്കാതെ നമുക്ക് ഉജ്ജ്വലമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനാണ് അള്ളാഹു നമുക്ക് പ്രതിസന്ധി വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ നാളെ നമ്മൾ അനുഭവിക്കാനിരിക്കുന്ന സന്തോഷങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ അതാണ് വലിയൊരു സുഖം. ഭക്ഷണം പാകാവണമെന്നുണ്ടെങ്കിൽ ചൂട് തട്ടണം, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് പാകാവണമെന്നുണ്ടെങ്കിൽ കുറേ ചൂട് തട്ടണം. ഒരു മരം വളരണമെന്നുണ്ടെങ്കിൽ വെയിലും വേണം, മഴയും വേണം. വെയിൽ മാത്രമാണെങ്കിൽ അതിൻ്റെ വേര് ഉണങ്ങിപ്പോകും, മഴ മാത്രമാണെങ്കിൽ വേര് ചീഞ്ഞും പോകും. വേര് ചീഞ്ഞു പോകാതെയും വേര് ഉണങ്ങിപ്പോകാതെയും നിലനിർത്തുന്നത് വെയിലും മഴയും മാറി മാറി വരുന്നത് കൊണ്ടാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും ഈ മാറി വരലുകൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇന്നലെ ഉണ്ടായിരുന്ന സന്തോഷം ഇന്ന് ഉണ്ടാവണമെന്നില്ല, ഇന്നുള്ള സങ്കടം നാളെ ഉണ്ടാവണമെന്നില്ല. അത് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്ന വിചാരം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും വലിയ സമാധാനമായി തീരേണ്ടതുണ്ട് എന്നർത്ഥം. ഒരു പക്ഷി, വെളുത്തൊരു പക്ഷി ഇങ്ങനെ പാറിപ്പോകുന്നു. ആ വെളുത്ത പക്ഷിയുടെ ചിറകിൽ ഒരു ചെറിയ കറുത്ത പുള്ളി ഉണ്ടെന്ന് വിചാരിക്കും. ചെറിയൊരു പുള്ളിയാണ്. പക്ഷെ നമ്മളൊരു ബൈനോക്കുലറിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ആ ചെറിയ കറുത്ത പുള്ളിയെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തോന്നും പക്ഷിയുടെ ചിറകിൽ വലിയൊരു കറുത്ത പുള്ളി ഉണ്ടെന്ന്. അല്ലെങ്കിൽ എന്താ പറയുക, പക്ഷിയുടെ ചിറകിൽ നിറയെ കറുത്ത പുള്ളികളാണെന്ന് തോന്നും. ചിലപ്പോൾ പക്ഷി തന്നെ കറുത്തിട്ടാണെന്ന് തോന്നും. സത്യം എന്താണ്? സത്യം ആ പക്ഷിയുടെ ചിറകിലുള്ള ചെറിയൊരു പുള്ളിയാണ് നമ്മൾ കണ്ടത്. പക്ഷി കറുത്തിട്ടാണോ? അല്ല, വെളുത്തിട്ടാണ്. ഇതുപോലെ നമ്മുടെ ജീവിതമാകുന്നൊരു വെളുത്ത പക്ഷിയുണ്ട്. ആ പക്ഷിയിൽ അവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ കറുത്ത പുള്ളിയുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാവാം, നമ്മുടെ രോഗമാവാം, വിഷമാവാം. പക്ഷെ ആ വിഷമങ്ങൾ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തോന്നും ജീവിതമാകെ പ്രശ്നമാണ്, ഒരു രക്ഷയില്ല എന്ന് തോന്നും. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഫോക്കസ് ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷി മുഴുവൻ കറുത്തിട്ടല്ല, പക്ഷിയുടെ ചിറകിലുള്ള ചെറിയൊരു പുള്ളിയാണ് പക്ഷിയായിട്ട് ഞാൻ തെറ്റിദ്ധരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് പ്രധാനം എന്നർത്ഥം. ഒരു കുട്ടി സൈക്കിൾ ഓടിക്കാൻ അങ്ങനെ പഠിക്കുന്നു. സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നത് ഒരു കുണ്ടും കുഴിയും പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത നല്ല റോട്ടിലൂടെയാണ്. ആ നല്ല റോട്ടിൽ എവിടെയോ ഒരു ചെറിയ കുഴിയും കുണ്ടും ഒക്കെ ഉണ്ട്. പക്ഷെ കുട്ടി ആ കുണ്ടിൽ തന്നെ പോയിട്ട് ചാടും. ആ കുഴി ഒരിക്കലും കുട്ടി വെറുതെ വിടൂല, അവിടെ പോയിട്ട് ചാടിയിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? എന്നാൽ ആ കുട്ടി നന്നായി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു എന്ന് വിചാരിക്കാം. നന്നായി സൈക്കിൾ ഓടിക്കാൻ പഠിച്ച ആ കുട്ടി ധാരാളം കുഴികളുള്ള റോട്ടിലൂടെ സൈക്കിൾ ഓടിക്കുമ്പോഴും ഒരു കുഴിയിലും ആ കുട്ടി വീഴുകയില്ല എന്ന് മാത്രമല്ല, ആ കുഴികളുടെ ഒക്കെ നടുവിലൂടെയുള്ള ചെറിയൊരു റോഡാണ്. ആ റോട്ടിലൂടെ ആ കുട്ടി മനോഹരമായിട്ട് വണ്ടി ഓടിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട, അതൊക്കെ പടച്ചവന് വിടുക, എന്നിട്ട് സമാധാനമായിട്ട് ഉറങ്ങാം. ഇതാണ് വിശുദ്ധ ഖുർആനിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ പ്രധാനം. ആദ്യമായി തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു കുട്ടിയുടെ കഥയുണ്ട്. ആ കുട്ടി യാത്ര ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് യാത്ര ചെയ്യാം. പുറത്തേക്ക് നോക്കുമ്പോൾ കുറേ ദൂരം വലിയൊരു കടലുണ്ട്, പുഴയുണ്ട്. ആ പുഴ കണ്ടപ്പോൾ കുട്ടിക്ക് ആകെ പേടിയായി പോയി. വല്ലാതെ പേടിച്ച് പറിച്ച് ആ കുട്ടി വല്ലാതെ കരയുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. ആ പുഴയിൽ എന്തായാലും ഞാൻ വീഴും, ഈ വാഹനത്തിലുള്ള എല്ലാ ആളുകളും മുങ്ങി മരിക്കും. ആ മുങ്ങി മരിക്കുന്ന രംഗമൊക്കെ ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ മിന്നിമായാണ്. പക്ഷേ ആ പുഴയുടെ അടുത്തെത്തിയപ്പോൾ കുട്ടിയുടെ പേടി വല്ലാതെ ഇരട്ടിച്ചു വന്നു. പക്ഷെ ആ പുഴയുടെ മുകളിലൂടെ വാഹനം യാതൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കാരണം എന്താണ്? ആ പുഴയുടെ മുകളിൽ ഒരു പാലുണ്ടായിരുന്നു. ഒരു പാലുണ്ടായത് കൊണ്ട് ആ തീവണ്ടി സുഖകരമായി ആ പുഴയുടെ മുകളിലൂടെ പോയി എന്നാണ്. പിന്നെയും ഓരോ പുഴ കാണുമ്പോൾ കുട്ടിക്ക് പേടിയാവുന്നു. പക്ഷെ അതിൻ്റെ മുകളിൽ അള്ളാഹു ഒരു പാലുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുഴകളെ കണ്ട്, പ്രയാസങ്ങളെ കണ്ട്, ദുഃഖങ്ങളെ കണ്ടിട്ട് നമ്മൾ പേടിക്കണ്ട, ഭയവിഹ്വലരാകണ്ട. അതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിലൂടെ അള്ളാഹു ഒരു പാലം വെച്ചിട്ടുണ്ടാവും. എല്ലാ ജനലുകൾ അടച്ചാലും ഒരു ചെറിയ കിളിവാതിൽ പടച്ചോൻ നമ്മൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ അടക്കപ്പെട്ടിരിക്കുന്ന ആ ജനലുകളിൽ പോയിട്ട് ഇങ്ങനെ മുട്ടിയിട്ട് കാലം കഴിക്കുകയാണ്. ഈ തുറക്കപ്പെട്ട ചെറിയൊരു കിളിവാതിലുണ്ടല്ലോ, അതിലൂടെ രക്ഷപ്പെടാം.
ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, എല്ലാ വാതിലുകൾ അടക്കപ്പെട്ടാലും ഒരു ചെറിയ ജനൽ അള്ളാഹു നമ്മൾക്ക് വേണ്ടി തുറന്നു വെച്ചു. നമ്മൾ ഓരോ അടക്കപ്പെട്ട വാതിലിലും പോയിട്ട് ഇങ്ങനെ മുട്ടുകയാണ്, എന്തുകൊണ്ട് തുറക്കപ്പെടുന്നില്ല. അള്ളാഹുവേ അള്ളാഹുവേ എന്ന് ആവർത്തിച്ച് വിളിച്ചിട്ട് നമ്മൾ അടക്കപ്പെടാത്ത ആ വാതിലുകളുടെ അടുത്ത് വന്നിട്ട് ആർത്ത് കരയുകയാണ്. പക്ഷെ തുറന്നു വെച്ചിരിക്കുന്ന ഈ ചെറിയ കിളിവാതിലിലൂടെ രക്ഷപ്പെടാനാണ് അള്ളാഹു നമ്മളോട് പറയണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്കൊരു ആയത്തറിയാം, ആ ആയത്തെങ്ങാനും മനുഷ്യന്മാർ ശരിയായ വിധത്തിൽ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ മുഴുവനൊന്നും ആരും പഠിക്കണ്ട, ആ ആയത്തന്നെ മദീന. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയത് ഈ ആയത്താണ്, സൂറത്തു ത്വലാഖിലെ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു മഖ്റജ്, എക്സിറ്റ് അല്ലേ, അല്ല ഒരു മഖ്റജ് കാണിച്ചു കൊടുക്കും. എത്ര വലിയ പ്രതിസന്ധികളിലും അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി കാണിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ പറഞ്ഞത് അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെയാണ് ആ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലുള്ള വിശ്വാസം. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്, നമ്മുടെ മനസ്സ് തകരാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ആ വിശ്വാസം കൊണ്ടാണ്. കാസർഗോഡുള്ള ഒരു സ്ത്രീയെ എനിക്കറിയാം. അവർക്ക് ആകെ ഒരു ഭർത്താവും എന്താ പറയുക, 2 ചെറിയ കുട്ടികളും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഈ ഭർത്താവ് പെട്ടെന്ന് എന്തൊരു അറ്റാക്ക് വന്നിട്ട് മരിച്ചുപോയി. പിന്നെ ആൺകുട്ടികളാണ് അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഈ ആൺകുട്ടികൾ പുഴയുടെ പക്കത്താണ് എൻ്റെ വീട്. ചെറുപ്പം മുതലേ ആ കുട്ടികൾ പുഴയിൽ പോയിട്ട് കളിക്കുന്നതാണ്. പക്ഷേ ഒരു കുട്ടി MBA പഠിക്കുന്നു, മറ്റൊരു കുട്ടി CA മറ്റോ പഠിക്കുകയാണ്, MCA മറ്റോ പഠിക്കുകയാണ്. 2 കുട്ടികൾ ആ പുഴയിൽ മുങ്ങി മരിച്ചു. ആ ഉമ്മയുടെ മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഉമ്മ ഒരിക്കൽ കണ്ടപ്പോൾ പറയാൻ നമ്മളോട്, ഖുർആൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടായതാണ് പറഞ്ഞത്. ഖുർആൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും കുട്ടിയെന്നാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ നാടിനടുത്ത് ഒരു പ്രദേശമുണ്ട്, അവിടെ ഉള്ള ഒരാളെനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു, മകള് മരിച്ചു, മകളുടെ ഭർത്താവ് മരിച്ചു, മകൻ മരിച്ചു, മകൻ്റെ ഭാര്യയും മരിച്ചു. ഓരോരുത്തരും ഓരോ കാരണങ്ങൾ കൊണ്ട് ഒരു 3-4 വർഷത്തിൻ്റെ ഇടയിൽ എല്ലാവരും മരിച്ചു. എങ്ങനെ ഉണ്ടായിരിക്കും അവരുടെ മനസ്സൊന്ന് ആലോചിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്ക് എൻ്റെ ഈമാന് മാത്രമാണ് ആശ്വാസം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം പ്രയോഗിച്ചത്. എനിക്ക് എൻ്റെ ഈമാന് മാത്രമാണ് ആശ്വാസം. ശരിയാണത്, വേറൊന്നും ആശ്വാസം ഇല്ലല്ലോ. വേറെ നമ്മൾക്ക് കൗതുകം തോന്നുന്നൊരു കാഴ്ച അദ്ദേഹത്തിന് കൗതുകം തോന്നൂല. നമുക്ക് സന്തോഷം തോന്നുന്ന, നമുക്ക് ചിരി വരുന്ന ഒരു സന്തോഷം, ഒരു കാഴ്ച അയാളെ സംബന്ധിച്ചിടത്തോളം ചിരിപ്പിക്കുന്ന ഒരു കാഴ്ചയല്ല. അവിടെ മനസ്സ് മുഴുവനും തിങ്ങി വിങ്ങി വിഷമങ്ങൾ കൊണ്ട് കനം കെട്ടിയ മനസ്സാണ്. ആ മനുഷ്യനാണ് പറയണത്, പടച്ചോന്നുള്ള വിശ്വാസം മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ. ആ സമാധാനമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുക്കടലിലൂടെ നീങ്ങുമ്പോഴും അള്ളാഹു എന്ന പ്രതീക്ഷ കൈവിടാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളത് നിസ്സാരമായൊരു സംഗതിയല്ല. ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നർത്ഥം. ഈ വിശ്വാസമില്ലാത്ത ആളുകളോ, ഈ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഇത് അനുഭവിക്കാൻ കഴിയുമോ? എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. കേരളത്തിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതാവുമായൊരു ആള് നമ്മളൊക്കെ കേട്ടിരിക്കും, KEN. ഈ പേര് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അനുവാദം തന്നുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയണത്, അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നില്ല. KENോട് ഒക്കെ ഒരു അഭിമുഖം നടത്തുന്ന സമയത്ത് അദ്ദേഹത്തോട് വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. നമ്മളൊരു ദൈവവിശ്വാസിയാണ്, പടച്ചോൻ വിശ്വാസമുള്ള, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും പടച്ചോൻ നഷ്ടപ്പെടില്ലല്ലോ എന്നുള്ള ഒരു സമാധാനമുള്ള ആളാണ്. അപ്പോൾ പടച്ചോനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്കൊരുപാട് സമാധാനമുണ്ട്. പടച്ചോനിൽ വിശ്വസിക്കാത്തത് കൊണ്ട് KENന് എന്ത് സമാധാനമാണ് ഉള്ളതെന്ന് വെച്ചു. അതുണ്ടാവുമല്ലോ. അദ്ദേഹം കുറേ നേരം ആലോചിച്ചു, പതിവിലേറെ ആലോചിച്ചു. കുറേ നേരം ആലോചിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു സമാധാനമില്ല. എന്നിട്ട് അദ്ദേഹം 1-2 കാര്യങ്ങൾ പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് പറയാം. കുറ്റ്യാടിയിലൊരു സൂപ്പി മാഷുണ്ട്, കവിത ഒക്കെ എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടി മറ്റു 2 കുട്ടികളോടൊപ്പം കുറ്റ്യാടി പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ ആ പുഴയിൽ മുങ്ങി മരിച്ചുപോയി. ഈ സൂപ്പി മാഷ് KENന്റെ വളരെ അടുത്ത സുഹൃത്താണ്.
കുട്ടി മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ സൂഫി മാഷയുടെ വീട്ടിലേക്ക് KN പോവാണ്. KN പറയുന്ന അനുഭവമാണ്. അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. പിഞ്ചു കുഞ്ഞ് മരിച്ചതിൻ്റെ സങ്കടം പേറി നിൽക്കുന്ന സൂഫി മാഷെ കണ്ടപ്പോൾ ഞാൻ ആകെ വിറച്ചുപോയി. എൻ്റെ മനസ്സാകെ തകർന്നു പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. ഇനി ഞാൻ എന്താണ് പറയേണ്ടത്? കണ്ണിൽ വെള്ളം നിറച്ചിട്ടാണ് അദ്ദേഹം നമ്മളോട് ഈ കഥ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, സൂഫി മാഷയുടെ കൈ പിടിച്ചിട്ട് ഞാൻ എന്ത് പറയണം? അതൊരു പിഞ്ചു കുട്ടിയല്ലേ, അവൻ പാപം ചെയ്യാത്ത കുട്ടിയല്ലേ, അവൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ ഒരു സ്വർഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഇതൊക്കെ പടച്ചവന്റെ പരീക്ഷണമല്ലേ, ദൈവത്തിന്റെ പരീക്ഷണമല്ലേ എന്ന് പറയാൻ ഒരു ദൈവത്തിലും എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഏറ്റവും അധികം പ്രതിസന്ധി അനുഭവിച്ചൊരു സമയമായിരുന്നു അത് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് മഹാഗ്രന്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വീടാണ് അദ്ദേഹത്തിന്റെ വീട്. പക്ഷെ ആ മഹാഗ്രന്ഥങ്ങളിൽ ഒരു വരിയും അദ്ദേഹത്തിന് ആശ്വാസമായില്ലല്ലോ. ആ കനം തിങ്ങിയ മഹാഗ്രന്ഥങ്ങളിൽ നിന്നൊരൊറ്റ